വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചു. റിപ്പോർട്ടിനെതിരെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ ഒഴിവാക്കിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. വിയോജനക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ ബിജെപിക്ക് എതിർപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ആദായ നികുതി ബിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചു. രാജ്യസഭയിൽ BJP അംഗം മേധാ കുൽക്കർണി സമർപ്പിച്ച റിപ്പോർട്ട് പ്രതിപക്ഷ ബഹളത്തിനിടെ അംഗീകരിച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ പോലും ഒഴിവാക്കിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ. नॉन स्टेक होल्डर्स बाहर से बुला के उनको जो होना उन लोगों को खड़ा करके उनका स्टेटमेंट ले रहे और जो इतने लोग पार्लियामेंट में जो भी डिसेंट नोट दिए हैं क्या उसमें कोई एक पढ़ा लिखा नहीं है? രാജ്യസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭരണപക്ഷാംഗങ്ങളുടെ ജയ് ശ്രീറാം വിളികൾക്കിടയിലാണ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദംബിക പാൽ ലോക്സഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയതോടെ റിപ്പോർട്ടിൽ വിയോജനക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ BJPക്ക് എതിർപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. मैं मेरी पार्टी की ओर से आपको विनती करना चाहता हूं कि विपक्ष के जो डिस्प्यूट्स हैं एक सिरनीर कर आप संसदीय कार्यप्रणालिका के उपयुक्त रूप में जो जोड़ना है वो जोड़े. इसमें मेरी पार्टी को कोई आपत्ति नहीं. ആദായ നികുതി ബിൽ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു. നികുതി ഘടന ലഘുവാക്കിയെന്നും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി. Honorable Speaker yourself, sir, to constitute a select committee of this House on the Income Tax Bill 2025. The terms and conditions regarding the committee will also be decided by the Honorable Speaker. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിനായി മാർച്ച് 10 പാർലമെന്റ് സമ്മേളിക്കും. 24 ഡൽഹി.